നമസ്കാരം. മലയാളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ CJPയുടെ പാറ്റകളുടെ വിജയമായി ആഘോഷിച്ച് പാറ്റകളുടെ ആവശ്യങ്ങളെല്ലാം കേന്ദ്ര സർക്കാർ അംഗീകരിച്ചു എന്ന വാർത്തകൾ തുള്ളിച്ചാടിക്കൊണ്ട് സംപ്രേഷണം ചെയ്തപ്പോൾ പറഞ്ഞൊരു പ്രധാന കാര്യമുണ്ടായിരുന്നു. പ്രക്ഷോഭക്കാർക്കെതിരെയുള്ള എല്ലാ കേസുകളും പിൻവലിക്കപ്പെടും എന്നുള്ള ഉറപ്പ് കേന്ദ്ര സർക്കാർ നൽകിയിരുന്നു എന്നുള്ളത്. അന്നേ തത്വമയി ന്യൂസ് ആ ദിവസം തന്നെ, ഇന്നലെ തന്നെ തത്വമയി ന്യൂസ് കൃത്യമായി പറഞ്ഞിരുന്നു. അത് അവർക്ക് ഒന്നുകിൽ കാര്യം മനസ്സിലാവാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ അവർ വസ്തുതകൾ വളച്ചൊടിക്കുന്നതാണ്. കൃത്യമായിട്ട് കേന്ദ്ര സർക്കാർ പാറ്റകൾക്ക് നൽകിയ ഉറപ്പ് വിദ്യാർത്ഥികളുടെ മേലുള്ള കേസുകൾ പിൻവലിക്കപ്പെടും. ഇപ്പോൾ ഡൽഹി പോലീസ് തത്വമയി ന്യൂസ് പറഞ്ഞതിനെ സാധൂകരിച്ചിരിക്കുകയാണ്. തന്നെയുമല്ല, പാറ്റകളോട് പറഞ്ഞിട്ടുള്ള വിദ്യാർത്ഥികളുടെ പേരിലുള്ള കേസ് പിൻവലിക്കുമെന്നുള്ള ഒരു ഉറപ്പ് നടപ്പാക്കേണ്ട കാര്യമേ ഇല്ലെന്നുള്ള അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം വ്യക്തമായിട്ട് FIRകൾ പരിശോധിച്ച് ഈ FIRകൾ ചുമത്തപ്പെട്ട വ്യക്തികളുടെ പശ്ചാത്തലം പരിശോധിച്ചതിന് ശേഷം ഡൽഹി പോലീസ് നമ്മളോട് പറയുന്നത്, ദില്ലിയിൽ പ്രക്ഷോഭമുണ്ടാക്കിയതിൽ FIR ചുമത്തപ്പെട്ട ഒരാൾ പോലും വിദ്യാർത്ഥിയല്ല, ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളാണ്. അതുകൊണ്ട് അവരുടെ പേരിലുള്ള കേസുകൾ പിൻവലിക്കേണ്ട കാര്യമേ ഇല്ല. തന്നെയുമല്ല, അത്തരത്തിലുള്ള വിദ്യാർത്ഥികളുടെ ആണെങ്കിൽ പോലും ഈ അക്രമ സംഭവങ്ങളിൽ ഏർപ്പെട്ട് 118 നിയമപാലകർക്ക്, RAFകാർക്ക് ഉൾപ്പെടെയുള്ള 118 നിയമപാലകർക്ക് പരിക്കേൽക്കുന്ന തരത്തിൽ അക്രമം നടത്തിയ ഏതെങ്കിലും വ്യക്തിക്കെതിരെ, അത് വിദ്യാർത്ഥിയാണെങ്കിലും ക്രിമിനലാണെങ്കിലും എതിരെയുള്ള FIR പിൻവലിക്കുവാൻ ഏതെങ്കിലും തരത്തിൽ ദില്ലി പോലീസ് തയ്യാറായാൽ ജയ്പൂർ ഡയലോഗ്സ് പോലുള്ള സംഘടനകൾ അല്ലെങ്കിൽ കമ്പനികൾ അതിനെ നിയമപരമായി തന്നെ എതിർക്കും, കോടതിയിൽ അതിനെ എതിർക്കും എന്നുള്ള കാര്യം വളരെ വ്യക്തമായി തന്നെ അവർ പ്രഖ്യാപിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി സൂക്ഷ്മതയോടുകൂടിയ ആ വിഷയങ്ങൾ ഡൽഹി പോലീസ് കൈകാര്യം ചെയ്യുകയുള്ളൂ. അത് കൃത്യമായിട്ടുള്ളൊരു ആസൂത്രണത്തിൻ്റെ ഭാഗം തന്നെയാണെന്ന് കണക്കാക്കിക്കൊള്ളൂ. കാരണം അവർക്ക് മാത്രമല്ലല്ലോ ഈ ആസൂത്രണം അറിയാവുന്നത്, അപ്പുറത്തും അറിയാവുന്നവരും കളി അറിയാവുന്ന സീനിയേഴ്സാണല്ലോ. ശരി, ഇനി വിഷയത്തിലേക്ക് വരാം. ഇപ്പോൾ പ്രധാന പ്രശ്നമായിട്ട് പാറ്റകൾ ഉയർത്തിക്കാട്ടുന്നത് മുഹമ്മദ് ജുനൈദ് എന്നൊരു വ്യക്തിയാണ്. ഉത്തർപ്രദേശുകാരനാണ്. ഡൽഹിയിൽ ഒരു ചെറിയ മൊബൈൽ ഷോപ്പ് നടത്തുകയാണ്. ഡൽഹിയിൽ സത്ര ഏരിയയിൽ ഉത്തർപ്രദേശത്ത് ഒരു ചെറിയ മൊബൈൽ ഷോപ്പ്, വലിയ നമ്മുടെ നാട്ടിലുള്ള പല നിലകളിൽ പ്രവർത്തിക്കുന്ന മൊബൈൽ ഷോപ്പുകൾ പോലുള്ളതൊന്നുമല്ല, ഒരു ചെറിയ മൊബൈൽ ഷോപ്പിൻ്റെ ഉടമസ്ഥനാണ്. ഉത്തർപ്രദേശുകാരനാണ്. ഈ ഉത്തർപ്രദേശുകാരൻ പാറ്റാ സമരം നടക്കുന്ന ദിവസങ്ങളിൽ അവിടെ ഭക്ഷണ വിതരണം ചെയ്തിരുന്നു. ഒരു നേരമല്ല, 4 നേരം. ഇപ്പോൾ ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥിൻ്റെ പോലീസ് അദ്ദേഹത്തിൻ്റെ വീടുകളിലെന്ന് ഞാൻ പറയുന്ന അദ്ദേഹത്തിൻ്റെ സ്വന്തം വീട്ടിൽ, അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ വീട്ടിൽ, ഇവിടെയെല്ലാം അന്വേഷണവുമായി ചെന്നിരിക്കുകയാണ്. അവർക്കറിയേണ്ട കാര്യങ്ങൾ വളരെ ലളിതമാണ്. മുഹമ്മദ് ജുനൈദ് ഇവിടെ എത്തി ചില കണക്കുകൾ ഞങ്ങളോട് പറയണം. ആ കണക്കുകൾ എന്താണ് എന്ന് ചോദിച്ചാൽ വളരെ നിസ്സാരമാണ്. ഈ മുഹമ്മദ് ജുനൈദ്, ഞാൻ പറഞ്ഞല്ലോ, 4 നേരം ഒരു ദിവസം അവിടെ ഭക്ഷണ വിതരണം നടത്തിയിരുന്നു. പാറ്റകൾ പറയുന്ന കണക്ക് തന്നെ എടുത്താൽ ഒരു ദിവസം അവിടെ 8000-ഓളം വിദ്യാർത്ഥികൾ വന്നിരുന്നു. ശരി, 2000-നും 3000-നും മുകളിലുള്ള ഒരു ജനക്കൂട്ടം ഞാൻ അവിടെ കണ്ടിരുന്നില്ല. എന്നാലും അവരുടെ ഒരു മനഃശാന്തിക്ക് വേണ്ടിയിട്ട് ഒരു 4000 ആളുകൾ എന്ന് പറയാം. 4000 ആളുകൾ അവിടെ ഒരു ദിവസം വരുമ്പോൾ 4 നേരം അവർക്ക് ഭക്ഷണം നൽകുന്നതിൻ്റെ ഏറ്റവും ചുരുങ്ങിയ ചിലവെന്ന് ഞാൻ പറയുമ്പോൾ പ്രേക്ഷകർ ഒരു കാര്യം ആലോചിക്കുക. രാവിലെ സമോസയും വെള്ളക്കുപ്പികളും തുടങ്ങി ഒട്ടും വിലക്കുറവില്ലാത്ത വിലയേറിയ ഭക്ഷണങ്ങളായിരുന്നു അവിടെ നിരന്തരമായി വിതരണം ചെയ്യപ്പെട്ടുകൊണ്ടിരുന്നത്. ഈ മുഹമ്മദ് ജുനൈദ് നേരിട്ട് വിതരണം ചെയ്തുകൊണ്ടിരുന്നു. അതിൻ്റെ ഒരു വീഡിയോ ദൃശ്യങ്ങൾ ഞാൻ പ്രേക്ഷകരെ കാണിക്കാം. അതൊന്ന് കണ്ടു നോക്കുക. കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്തായിരുന്നു അവിടെ വിതരണം ചെയ്തുകൊണ്ടിരുന്നതെന്നുള്ളത്. വിലയേറിയ ഭക്ഷണങ്ങൾ തന്നെയായിരുന്നു. അത്രയും വിലയൊന്നും നമ്മൾ കണക്ക് കൂട്ടുന്നില്ല. ഒരു 400 രൂപ ഒരു ദിവസം ചിലവ് എന്ന് കരുതുക. 4000 വിദ്യാർത്ഥികൾ അവിടെ വരുന്നു. അതിലൊരു 3000 പേരെങ്കിലും ഒരു ദിവസം ഈ ഭക്ഷണം വാങ്ങുന്നു. 4 നേരവും ഈ ഭക്ഷണം അവർ വാങ്ങുന്നു എന്ന് കരുതുക. 3000 പേർക്ക് ഒരു ദിവസത്തേക്ക് 400 രൂപ ചിലവ് വന്നു കഴിഞ്ഞാൽ ആകെ തുക ഒരു ദിവസത്തേക്ക് എത്ര ചിലവഴിക്കേണ്ടി വരും? 12 ലക്ഷം രൂപ. ഒരു ദിവസത്തേക്ക് 12 ലക്ഷം രൂപ ചിലവഴിക്കുവാനുള്ള വരുമാനം മുഹമ്മദ് ജുനൈദിന് എവിടെ നിന്നുണ്ടായി? എന്താണ് അതിൻ്റെ സ്രോതസ്സ്? ഈ ഭക്ഷണം എന്തൊക്കെയാണ് അവിടെ വിതരണം ചെയ്തത്? ആർക്കൊക്കെയാണ് വിതരണം ചെയ്തത്? ആർക്കൊക്കെയെന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും പേരും വിവരവും പറയാനല്ല പറയുന്നത്. ഈ പ്രതിഷേധക്കാർക്ക് മാത്രമായിരുന്നു, അതോ പോലീസുകാർക്കും സുരക്ഷാ സംവിധാനങ്ങൾക്കും നിയമപാലകർക്കുമൊക്കെ വിതരണം ചെയ്തിരുന്നു? അത്തരം കാര്യങ്ങൾ. മാധ്യമപ്രവർത്തകർക്ക് വിതരണം ചെയ്തിരുന്നു? അത്തരം കാര്യങ്ങൾ. ഇതിനുള്ള ചിലവെത്ര? ആ ചിലവിനുള്ള സാമ്പത്തിക സ്രോതസ് എന്താണ്? ഇത്രയും ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞാൽ മുഹമ്മദ് ജുനൈദിന് വീണ്ടും മൊബൈൽ കട നടത്തുകയും സമോസ വിതരണം നടത്തുകയും ചെയ്യാമെന്നാണ് യോഗി ആദിത്യനാഥിൻ്റെ പോലീസ് പറയുന്നത്. ഇനി ദില്ലി പോലീസിലേക്ക് തിരികെ വന്നാൽ CCTV ക്യാമറകളും
നിർമ്മിത ബുദ്ധി ഉപയോഗിച്ചിട്ടുള്ള മുഖം തിരിച്ചറിയുവാനുള്ള ഫേഷ്യൽ റെക്കഗ്നീഷൻ സോഫ്റ്റ്വെയറും ഉപയോഗിച്ച് നിരവധി ക്രിമിനലുകളെ വേട്ടയാടി തന്നെ പിടിക്കുകയാണ്. നിയമ സംവിധാനങ്ങളെ ആക്രമിച്ച് 118 നിയമപാലകരെ ആശുപത്രി കിടക്കയിലാക്കിയ അല്ലെങ്കിൽ പരിക്കേൽപ്പിച്ച ക്രിമിനലുകളെ വേട്ടയാടി തന്നെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. നിരന്തരമായിട്ടുള്ള പ്രക്രിയകളായി ഒന്നിന് പുറകെ ഒന്നൊന്നായി ഓരോ ക്രിമിനലുകളെ അവർ പിടിച്ച് അകത്താക്കിക്കൊണ്ടിരിക്കുകയാണ്. അതേ നിയമ നടപടി തന്നെ. ഇതിൻ്റെ പേരിൽ പശ്ചിമ ബംഗാളിൽ ഇടയ്ക്കൊരു ചെറിയ കലാപം ഉണ്ടാക്കുവാനായിട്ട് കുറച്ച് പേർ ഇറങ്ങിയിരുന്നു. ഇറങ്ങിയ പാടെ തന്നെ സുവേന്ദു അധികാരി അവരെ തൂത്തുവാരിയെടുത്ത് അകത്തിട്ടു. ഈ മുഹമ്മദ് ജുനൈദിനെ സംബന്ധിച്ച് പാറ്റകൾ പറഞ്ഞിട്ടുണ്ട്, ജുനൈദ് ഭായിയെ വേട്ടയാടാൻ ഞങ്ങൾ സമ്മതിക്കില്ല, യോഗി ആദിത്യനാഥ് ഫാഷിസ്റ്റാണ്, എതിർക്കുന്നവരോട് എങ്ങനെയാണ് ഈ സർക്കാർ പെരുമാറുന്നതെന്നുള്ളത് ഞങ്ങൾക്ക് അത്ഭുതമൊന്നുമില്ല, ഞങ്ങൾ ജുനൈദ് ഭായിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അടിസ്ഥാനപരമായിട്ട് ജുനൈദ് ഭായിയെ ദില്ലി പോലീസ് ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. നേപ്പാൾ വഴി എങ്ങാനും അതിർത്തി കടന്ന് അദ്ദേഹം പോയാൽ ഒരുപക്ഷേ ഒരുപക്ഷേ എന്ന് ഞാൻ പറയുന്നത് ഇത്തരത്തിലുള്ള ജിഹാദികളുടെ കുടുംബങ്ങൾ ഒരിക്കലും 99% സമയങ്ങളിലും നിരപരാധികളായിരിക്കില്ല. ഈ ജിഹാദികൾ എന്താണ് പ്രവർത്തിക്കുന്നതെന്നുള്ളതിനെ സംബന്ധിച്ച് അവർക്ക് വ്യക്തമായ ബോധ്യമുണ്ടായിരിക്കും. പക്ഷേ 1% പേർ പോട്ടെ, 1.5% പേർ ചിലപ്പോൾ നിഷ്കളങ്കരായിരിക്കും. അങ്ങനെ നിഷ്കളങ്കരാണെങ്കിൽ ഈ ജുനൈദ് നേപ്പാൾ അതിർത്തിയോ മറ്റോ കടന്ന് രാജ്യം വിട്ടു പോയാൽ, നേപ്പാൾ അതിർത്തി എന്നുള്ളത് ഉത്തർപ്രദേശിൽ ചെന്നിട്ട് വേണം പോകാൻ, ഉത്തർപ്രദേശിൽ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ ജുനൈദിൻ്റെ വണ്ടി മറിയുവാനുള്ള സാധ്യത കൂടുതലാണ്. മറ്റേതെങ്കിലും മാർഗത്തിൽ കശ്മീർ വഴിയോ, കാരണം കശ്മീരികളുമൊക്കെ ജിഹാദികളുടെ വലിയ സാന്നിധ്യമുണ്ടായിരുന്നു ഈ പ്രക്ഷോഭത്തിനിടയിൽ. ഇന്ന് CJPയുടെ വക്താക്കൾ തന്നെ അംഗീകരിച്ചൊരു കാര്യമാണ്, രാജ്യവിരുദ്ധ ശക്തികൾ, ക്രിമിനലുകൾ ഈ പ്രക്ഷോഭത്തിനിടയിലേക്ക് നുഴഞ്ഞു കയറി സംഭവങ്ങളിൽ ഉൾപ്പെട്ടിരുന്നു അല്ലെങ്കിൽ ഏർപ്പെട്ടിരുന്നു. അതിൽ ഞങ്ങൾക്ക് ഉത്തരവാദിത്വമൊന്നുമില്ല എന്ന് പറഞ്ഞ് കൈ കഴുകാനുള്ളൊരു ശ്രമം അവരിന്ന് നടത്തിയിട്ടുണ്ട്. കാരണം അന്വേഷണം ഇനി പോലീസാണല്ലോ നടത്തേണ്ടത്. ആഭ്യന്തര മന്ത്രാലയമാണ് ദില്ലി പോലീസിനെ കൈകാര്യം ചെയ്യുന്നത്. ഉത്തർപ്രദേശിൽ ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. കൃത്യമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് തത്വമയി ന്യൂസിന് ലഭിക്കുന്ന വിവരങ്ങളനുസരിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും തമ്മിൽ വ്യക്തമായ ആശയവിനിമയങ്ങൾ ഒന്നിലധികം തവണ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നിരുന്നു. കൃത്യമായിട്ടുള്ള നിയമ നടപടികൾ ഈ ക്രിമിനലുകൾക്കെതിരെ ഉണ്ടാകും. വരും ദിവസങ്ങളിൽ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളിൽ നെഞ്ചത്തടിയും നിലവിളിയും തുടരെ കേൾക്കുവാൻ പ്രേക്ഷകർ ഒരുങ്ങിയിരുന്നുള്ളൂ. ജുനൈദ് ഭായ് നല്ല ജുനൈദ് ഭായ് ആയിരുന്നു, സമോസ കൊടുത്തു എന്നുള്ള കുറ്റത്തിനാണോ ആ പാവത്തിനെ പിടിച്ചകത്തിട്ടിരിക്കുന്നത്? രാജ്യത്തെ വെട്ടിമുറിക്കണമെന്ന് പറഞ്ഞ ഒരുത്തനെ പിടിച്ച്, ഉമർ ഖാലിദിനെയും ഷാർജിൽ ഇമാമിനെയും 2 എണ്ണത്തിനെ പിടിച്ചകത്തിട്ടതിന് അവരുടെ ഓരോ ദിവസവും കണക്ക് കൂട്ടിയിരിക്കുന്ന അവരുടെ മാനസിക വിധവമാർ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിങ്ങൾക്ക് കാണാം. 2000 ദിവസമായി ഉമർ ഖാലിദ് ഭായ് അകത്തായിട്ട്, കരയൂ ഭാരതമേ. പാകിസ്ഥാൻ കരയുടെ ഭാരതം എന്തിനാണ് ഇത്തരത്തിലൊരു ജിഹാദിയുടെ പേരിൽ കരയുന്നതെന്നാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ പൊതുജനം തിരികെ ചോദിക്കുന്നത്. അത്തരത്തിൽ ഇനി ഷാർജിൽ ഇമാമിൻ്റെയും ഉമർ ഖാലിദിൻ്റെയും കൂട്ടത്തിലേക്ക് മുഹമ്മദ് ജുനൈദ് ഭായിയും ചേർക്കപ്പെടുമോ? മുഹമ്മദ് ജുനൈദ് ഭായിക്ക് തിഹാറിൽ സമോസ കിട്ടുമോ, അതോ മറ്റെന്തെങ്കിലും കിട്ടുമോ, കടുകെണ്ണ കിട്ടുമോ എന്നുള്ളതൊക്കെ ഇനി കാത്തിരുന്ന് കാണേണ്ട കാര്യങ്ങളാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ദില്ലി പോലീസും UP പോലീസും പശ്ചിമ ബംഗാൾ പോലീസും ആസാം പോലീസും മണിപ്പൂർ പോലീസും ത്രിപുര പോലീസും ഒന്നും ഇത്തരത്തിലുള്ള ജിഹാദികളെ, ഈ അക്രമ സംഭവങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ള ജിഹാദികളെ വെറുതെ വിടുവാൻ ഉദ്ദേശിക്കുന്നില്ല. മഹാരാഷ്ട്ര പോലീസ് ഒട്ടും ഉദ്ദേശിക്കുന്നില്ല. കാരണം മഹാരാഷ്ട്ര പോലീസ് ഇപ്പോൾ തന്നെ പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ച ഏതാണ്ട് 200-ലധികം ആളുകളെ ഇപ്പോൾ തന്നെ പിടിച്ചകത്തിട്ടിട്ടുണ്ട്. അത് 1000-ന് മേലേക്ക് ആ പട്ടിക പോകുമെന്നാണ് ഇപ്പോൾ നമുക്കറിയുവാൻ കഴിയുന്നത്. ഈ നിർത്തിയിട്ടിരിക്കുന്ന പോലീസ് വണ്ടി തടഞ്ഞ് ഷോ കാണിച്ച വ്യക്തികളൊക്കെ ഉണ്ടല്ലോ, അകത്ത് പോകുന്ന വഴി അറിയില്ല, കേസ് വരുന്നുണ്ട്. കൃത്യമായിട്ട് തന്നെ ദില്ലി പോലീസിനെ ഭീഷണിപ്പെടുത്തിയ പലർക്കുമെതിരെ ഇതിനോടകം തന്നെ നടപടികൾ എടുത്തു കഴിഞ്ഞു. ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇൻഫ്ലുവൻസേഴ്സ് കളിച്ച് ദില്ലി പോലീസിനെ ലാത്തിയൊക്കെ കാണിച്ച് വിരട്ടിക്കൊണ്ടിരുന്നവർ കരഞ്ഞു വിളിച്ചും നെഞ്ചത്തടിച്ചും വീഡിയോകൾ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. ദില്ലി പോലീസ് സ്ത്രീകളായതുകൊണ്ട് അവർ പാതിരാത്രിക്കൊന്നും പിടിച്ചുകൊണ്ട് പോകുന്നില്ല. കൃത്യമായിട്ട് നിയമം പാലിച്ച് സുപ്രീം കോടതിയുടെ എല്ലാ നിർദ്ദേശങ്ങളും പാലിച്ച് തന്നെയാണ് അറസ്റ്റുകളോ അല്ലെങ്കിൽ മറ്റ് നിയമ നടപടികളോ ദില്ലി പോലീസ് കൈക്കൊള്ളുന്നത്. അതിനിടെ മറ്റൊരു വാർത്ത പ്രചരിക്കുന്നുണ്ട്. RAF അവലോകനത്തിൽ, അർദ്ധസൈനിക വിഭാഗത്തിൻ്റെ അവലോകനത്തിൽ ആവശ്യമില്ലാത്ത ശക്തി പ്രയോഗിച്ചു, പെല്ലറ്റ് ഗൺ പ്രയോഗിച്ചു എന്നുള്ള കണ്ടെത്തലുകൾ വന്നിട്ടുണ്ട് റിപ്പോർട്ടുകളിൽ എന്നുള്ളത്. അത് സത്യമാണോ അല്ലയോ എന്നുള്ളത് വരും ദിവസങ്ങളിൽ അറിയാം. പെല്ലറ്റ് ഗണ്ണിൻ്റെ കാര്യത്തിൽ ഒരു കാര്യം ഞാൻ പറയാം, ആ സംഘർഷത്തിനിടയിലേക്ക്, ആ ജിഹാദികളുടെ അക്രമികളുടെ ഇടയിലേക്ക് പെല്ലറ്റ് ഗണ്ണല്ല, യഥാർത്ഥ തോക്കായിരുന്നു ഉപയോഗിക്കേണ്ടിയിരുന്നതെന്നുള്ളത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്. പിന്നെ നിയമത്തിൻ്റെ വഴിക്ക് തന്നെ പോകും. RAFനോട് കൃത്യമായിട്ടുള്ളൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നുവെങ്കിൽ, അത് ലംഘിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഒരു
സേനയിലെ അച്ചടക്ക ലംഘനമാണ്. അതിനുള്ള നിയമ സംവിധാനങ്ങൾ, അതിനുള്ള വഴിയും മാർഗവും പരിഹാരവുമെല്ലാം നിയമ സംവിധാനങ്ങൾ തന്നെ കാണും. അടിസ്ഥാനപരമായിട്ട് കോൺഗ്രസ് ഈ വിഷയമുയർത്തി പാർലമെൻറ്റിൽ പ്രതിഷേധിക്കാൻ പോവുകയാണ്, പാർലമെൻറ്റ് തടസ്സപ്പെടുത്തുവാൻ ശ്രമിക്കുകയാണ് എന്നൊക്കെ കേൾക്കുന്നുണ്ട്. ശ്രമിക്കുമായിരിക്കും. FCRA എങ്ങനെയെങ്കിലും ഒന്ന് തടസ്സപ്പെടുത്തണമല്ലോ, 1 നേഷൻ 1 ഇലക്ഷൻ എങ്ങനെയെങ്കിലും ഒന്ന് തടസ്സപ്പെടുത്തണമല്ലോ, ഡീലിമിറ്റേഷൻ എങ്ങനെയെങ്കിലും തടസ്സപ്പെടുത്തണമല്ലോ, വുമൺ എംപവർമെൻറ്റ് ബില്ല് എങ്ങനെയെങ്കിലും ഒന്ന് തടസ്സപ്പെടുത്തണമല്ലോ. അതിനുള്ള ശ്രമങ്ങൾ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും. എന്തായാലും ദില്ലിയിൽ പ്രക്ഷോഭമുണ്ടാക്കിയ ജിഹാദികൾക്കും മറ്റ് ക്രിമിനലുകൾക്കും ഇനി അങ്ങോട്ട് നല്ല സ്വഗവാ, പഴയതൊരു പാസ്റ്റർ പറയുന്നുണ്ടല്ലോ, ഇനി അങ്ങോട്ട് നല്ല സ്വഗവാ എന്ന് പറഞ്ഞതുപോലെ വരും ദിവസങ്ങളിൽ ഈ സുഖം എന്തൊക്കെ തരത്തിൽ, ഏതൊക്കെ തരത്തിൽ, ആരെയൊക്കെ ബാധിക്കുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ ഈ വിഷയത്തെ സംബന്ധിച്ച് പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി പരമാവധി ഷെയർ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ ഈ വിഷയത്തിലും മറ്റു വിഷയങ്ങളിലും സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.